ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അഹങ്കാരം എന്നുള്ളൊരു വാക്കിനെ കുറിച്ച്. ഇപ്പം ഒരു സിനിമാ നടിയാവുന്ന സമയത്ത് ജാട എന്നുള്ള വാക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവാം. ഇല്ല, അഹങ്കാരം ഉള്ളതുകൊണ്ട് ഞാൻ നന്നായത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരാൾക്ക് അഹം എന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ എങ്ങനെ നന്നാവാൻ കഴിയും? അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. പക്ഷെ അഹം എന്നുള്ള ബോധം ഉണ്ടെങ്കിലേ, സെൽഫ് എന്നുള്ള ബോധം ഉണ്ടെങ്കിലേ നമുക്ക് സൊസൈറ്റിക്ക് ബെറ്റർ ആയിട്ടും നമ്മുടെ കുടുംബത്തിന് ബെറ്റർ ആയിട്ടും നമ്മുടെ പാർട്ട്ണറിന് ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണല്ലേ? എടി തങ്കി, ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ഐ ഫീൽ എത്ര മാറ്റർ ഓഫ് ഫാക്ട്ലി ആയിട്ടാണ് ഒരു കാര്യം പറയേണ്ടത്, അങ്ങനെയാണ് ലിജിനും അർച്ചനയും ഇതിനെ വ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു കപ്പാണ്, ഇതിനകത്ത് കോഫി ഉണ്ട്, അതുപോലെയാണ് അവര് സിനിമയിൽ ഈ ഒരു വിഷയത്തിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ പറയട്ടെ, ഇപ്പൊ കുഞ്ഞിക്കൂനൻ അതുവരെ നമ്മൾ കണ്ടിരുന്ന ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നായകൻ ആവേശം കൊടുക്കും, നായികയ്ക്ക് സഹതാപം ഉണ്ടാക്കാനായി. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് ദിലീപിനോട്